ദിനവും മനമേ തൽസമയം വൻ കൃപകൾ പ്രാപിപ്പാൻ. ദിനവും മനമേ തൽസമയം വൻ കൃപകൾ പ്രാപിപ്പാൻ. അതിധൈര്യമായി കൃപാസനത്തിൻ അന്തികത്തിൽ ചെന്നു നീ. അതിധൈര്യമായി കൃപാസനത്തിൻ അന്തികത്തിൽ ചെന്നു നീ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം 1-ാം വാക്യത്തിൽ സ്നേഹിതനു വേണ്ടി, കൂട്ടുകാരനു വേണ്ടി, സുഹൃത്തിനു വേണ്ടി നാം ജാമ്യം നിൽക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരാഴമായ ഓർമ്മപ്പെടുത്തൽ നടത്തിയിട്ടുള്ളത് കാണുവാൻ കഴിയുന്നുണ്ട്. നാം ഈ ലോകത്തിലേക്കൊന്ന് നോക്കുകയാണെങ്കിൽ ജാമ്യം നിൽക്കുന്ന അനവധി മേഖലകളെക്കുറിച്ച്, അനവധി വ്യക്തികളെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ചില സാമ്പത്തിക ഇടപാടുകളോടുള്ള ബന്ധത്തിൽ ജാമ്യം നിൽക്കുന്നതായ വ്യക്തികളെ നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, വാങ്ങിക്കൊണ്ടുപോയ വ്യക്തി ആ പണം തരുന്നില്ല എങ്കിൽ ഞാൻ തന്നു തീർത്തുകൊള്ളാം എന്നുള്ള ഒരു എഗ്രിമെൻ്റാണ് പണം വാങ്ങുന്ന വ്യക്തിക്ക് വേണ്ടി ജാമ്യം നിൽക്കുന്നതിലൂടെ സംഭവിക്കപ്പെടുന്നത്. മറ്റൊരു മേഖലയാണ് ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുടെ നടുവിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും ജയിലിൽ കിടക്കേണ്ടി വരികയും ചെയ്യുന്ന വ്യക്തികളെ അവിടെ നിന്ന് പുറത്തിറക്കുന്നതിനു വേണ്ടി ജാമ്യം നിൽക്കുന്ന ആളുകളെ കാണുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് അർത്ഥമാക്കുന്നത്, ഈ ജാമ്യത്തിൽ ഇറങ്ങുന്നതായ വ്യക്തി ഏതെങ്കിലും നിലയിൽ അവിടെ നിന്ന് മുങ്ങിപ്പോകുകയാണെങ്കിൽ, ഒളിച്ച് ഓടുകയാണെങ്കിൽ ഈ വ്യക്തി സമാധാനം പറഞ്ഞുകൊള്ളാം എന്നുള്ള ഒരു എഗ്രിമെൻ്റാണ്. സമാനമായി നിൽക്കുന്ന മറ്റൊരു വസ്തുതയാണ്, സാമുദായിക ചർച്ചുകളിലൊക്കെ ശിശു സ്നാനങ്ങൾ നടക്കുമ്പോൾ തലതട്ടപ്പൻ എന്ന് പറയുന്നതായൊരു വ്യക്തി ഈ കുഞ്ഞിനെ പത്യോപദേശത്തിൽ വളർത്തിക്കൊള്ളാമെന്നുള്ള ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിനെ സംബന്ധിച്ചും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മുടെ ജീവിതത്തിൽ നാം ആർക്കും ജാമ്യം നിൽക്കുവാൻ പാടില്ലെന്നും അത് നമ്മുടെ ജീവിതത്തിൻ്റെ ചില മേഖലകളെ ചിലപ്പോൾ ദോഷകരമായി ബാധിക്കുവാനിടയുണ്ടെന്നും നമ്മെ ഓർമ്മപ്പെടുത്തുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ലോകത്തിൻ്റെ ചരിത്രത്തിലേക്ക് നാം കണ്ണോടിച്ചു നോക്കുമ്പോൾ, ഞാൻ മുൻ പറഞ്ഞ തലങ്ങളിൽ ആ സാഹചര്യത്തിലൂടെ കടന്നുപോയവർക്ക് വേണ്ടി ജാമ്യം നിന്നതുകൊണ്ട് തകർന്നുപോയ കുടുംബങ്ങളും അവസ്ഥകളും പല മേഖലകളിൽ നമുക്ക് കാണുവാൻ സാധിക്കാറുണ്ട്. ആയതുകൊണ്ട് തന്നെ നാം മറ്റുള്ളവർക്ക് വേണ്ടി ജാമ്യം നിന്നിട്ട് അത് നമുക്ക് തന്നെ ദോഷമായി ഭവിക്കാതിരിക്കേണ്ടതിന് നാം സൂക്ഷ്മതയോടുകൂടി നമ്മുടെ ജീവിതം മുൻപോട്ട് കഴിക്കുന്നതാണ് നല്ലതെന്ന് നമ്മെ ഓർപ്പിക്കുകയാണ്. 17-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 18-ാമത്തെ വാക്യത്തിലും പറയുന്നുണ്ട്, കൂട്ടുകാരന് വേണ്ടി ജാമ്യം നിൽക്കുന്നു എന്ന് പറയുകയാണ്. അത് നാശത്തിലേക്കും തിന്മയിലേക്കും
ഒക്കെ നമ്മെ നയിപ്പാൻ സാധ്യതയുണ്ട് എന്നോർത്തും നാം മറ്റുള്ളവർക്ക് ജാമ്യം നിൽക്കുവാൻ തയ്യാറാവാതെ കണ്ട് ദൈവത്തിനു വേണ്ടി ജീവിപ്പാൻ നാം തയ്യാറാകേണ്ടതുണ്ട് എന്നീ വാക്യം ഓർപ്പിക്കുക തന്നെയാണ്. ഈ വാക്യത്തിലൂടെ നമ്മെ ഓർപ്പിക്കുന്ന പ്രധാന ഘടകം ലോകത്തിൽ ആർക്കും വേണ്ടി ജാമ്യം നിൽക്കുവാനുള്ളവരല്ല നാം നമുക്കുള്ളവരല്ല. നാം ദൈവത്തിൻ്റെ വകയെന്നോർത്ത് ദൈവത്തിനു വേണ്ടി ജീവിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങൾക്കുള്ളവരല്ലെന്നും ഞങ്ങൾ ദൈവത്തിൻ്റെ വകയെന്നും അറിഞ്ഞ് ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളെന്നോർത്ത് ഞങ്ങളുടെ ജീവിതം മുൻപോട്ട് കഴിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.